നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിൻ്റെയും അതുപോലെ തന്നെ സ്റ്റേറ്റ് നഴ്സിംഗ് കൗൺസിലിൻ്റെയും അംഗീകാരത്തെക്കുറിച്ചുള്ള ധാരാളം സംശയങ്ങൾ പേരൻസും കുട്ടികളും ചോദിക്കുകയുണ്ടായി. 2024-25 അക്കാഡമിക് ഇയറിൻ്റെ INC അപ്ഡേറ്റഡ് ആയിട്ടുള്ള ലിസ്റ്റിൻ്റെ അകത്ത് പ്രമുഖ കോളേജുകളൊന്നും കാണാൻ സാധിക്കുന്നില്ല. വളരെ കുറച്ച് കോളേജുകളുടെ ലിസ്റ്റ് മാത്രമേ കാണാൻ സാധിക്കുന്നുള്ളൂ എന്നുള്ളത് ഒരുപാട് കുട്ടികളും പാരൻസും സംശയങ്ങൾ ചോദിക്കുകയുണ്ടായി. ഈ സംശയങ്ങളുടെ ഉത്തരമായാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിൻ്റെ അംഗീകാരം അപ്ഡേറ്റഡ് ലിസ്റ്റ് എന്ന് പറയുന്നത് ഘട്ടം ഘട്ടമായിട്ട് നടക്കുന്ന കാര്യമാണ്. 2024-2025 അക്കാഡമിക് ഇയറിലെ ലിസ്റ്റ് പൂർണ്ണമായിട്ടില്ല. ഇപ്പോൾ ഒരു 4-5 ഘട്ടമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും അപ്ഡേറ്റ് ആവാനുണ്ട്. അപ്പോൾ ധാരാളം കോളേജുകളുടെ പേര് അതിൻ്റെ അകത്ത് ഉൾപ്പെടാനുണ്ട്. ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിൻ്റെ അംഗീകാരമുള്ള കോളേജ്, ലിസ്റ്റിൽ ഉൾപ്പെട്ട കോളേജ്, ചിലപ്പോൾ ചില വിദ്യാർത്ഥികൾ ചോദിക്കുന്ന സംശയമാണ് സ്റ്റേറ്റ് നഴ്സിംഗ് കൗൺസിലിൻ്റെ അംഗീകാരമോ അല്ലെങ്കിൽ മറ്റു ഗവൺമെൻറ്റിൻ്റെ അംഗീകാരമോ ഇല്ലാതെ വരികയോ ചെയ്തിരുന്നെങ്കിൽ എന്നൊക്കെ ചോദിക്കുകയുണ്ടായി. അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കോളേജിന് സ്റ്റേറ്റ് നഴ്സിംഗ് കൗൺസിലിൻ്റെയും ഗവൺമെൻറ് അംഗീകാരം യൂണിവേഴ്സിറ്റി അഫിലിയേഷനുള്ള ഉണ്ടെങ്കിൽ മാത്രമാണ് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിൻ്റെ അംഗീകാരം ലഭിക്കത്തുള്ളൂ. പല വിദ്യാർത്ഥികളുടെയും സംശയമാണ് എങ്ങനെയാണ് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിൻ്റെ അംഗീകാരം ഉള്ളത് എന്നുള്ള ചെക്ക് ചെയ്യുന്നതും അതുപോലെ സ്റ്റേറ്റ് നഴ്സിംഗ് കൗൺസിലിൻ്റെ അംഗീകാരം ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് പലർക്കുമുള്ള സംശയമാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് ജസ്റ്റ് കാണിച്ചു തരാം. ആദ്യമായി ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിൻ്റെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള വെബ്സൈറ്റ് നമുക്ക് ഓപ്പൺ ആയിട്ട് വരും. അതിൽ തന്നെ ഒരു ഓപ്ഷൻ ഉണ്ട് മുകളിൽ. ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് ലിസ്റ്റ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻസ് ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് ലേറ്റസ്റ്റ് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിൻ്റെ അപ്ഡേറ്റഡ് ആയിട്ടുള്ളത് മുതൽ കഴിഞ്ഞ വർഷങ്ങളിൽ ആയിട്ടുള്ള ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിൻ്റെ ലിസ്റ്റ് വരെ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. ഉദാഹരണത്തിനായിട്ട് നമ്മൾ ഈ വർഷത്തെ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിൻ്റെ ലിസ്റ്റ് പരിശോധിക്കുകയാണെങ്കിൽ അതിൻ്റെ അത് ധാരാളം കോളേജുകളുടെ പേര്, എത്ര സീറ്റ് ഇൻടേക്ക് ഉണ്ട്, BSc നഴ്സിങ്ങിന്, ജനറൽ നഴ്സിങ്ങിന്, പോസ്റ്റ് BSc, ANM തുടങ്ങിയിരിക്കുന്ന കോഴ്സുകൾക്ക് എത്ര സീറ്റ് ഉണ്ട് എന്നുള്ളതും അതുപോലെ എന്നാണ് അപ്ഡേറ്റഡ് ആയിട്ടുള്ള ലിസ്റ്റ് എന്നുള്ളതും നമുക്ക് പരിശോധിക്കാൻ പറ്റും. അതുപോലെ സ്റ്റേറ്റ് നഴ്സിംഗ് കൗൺസിലിൻ്റെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അകത്തും ലിസ്റ്റ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ അകത്ത് നമുക്ക് കോളേജസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിലെ കോളേജുകളുടെ പേരുകൾ കാണാൻ സാധിക്കും. കേരള സ്റ്റേറ്റ് നഴ്സിംഗ് കൗൺസിലുണ്ട്, അതുപോലെ തന്നെ തമിഴ്നാട് നഴ്സിംഗ് കൗൺസിൽസ്, ആന്ധ്രാപ്രദേശ് നഴ്സിംഗ് കൗൺസിൽ, തെലങ്കാന നഴ്സിംഗ് കൗൺസിൽ, അങ്ങനെ തുടങ്ങിയ ധാരാളം നമ്മുടെ സൗത്ത് ഇന്ത്യയിലുള്ള പ്രധാനപ്പെട്ട സ്റ്റേറ്റുകളിലുള്ള നഴ്സിംഗ് കൗൺസിലുകളുടെ ലിസ്റ്റിൻ്റെ അകത്ത് നമുക്ക് ആ ഒരു കോളേജുകളുടെ പേരുണ്ടോ എന്ന് പരിശോധിക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന അഡ്മിഷൻസ് ഏത് കോളേജിലാണോ ആ കോളേജിൽ നഴ്സിംഗ് കൗൺസിലിൻ്റെ അംഗീകാരം ഉണ്ടോ എന്നുള്ളത് നമുക്ക് തന്നെ പരിശോധിക്കാൻ സാധിക്കുന്നതാണ്. മുൻ വർഷത്തെ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിൻ്റെ ലിസ്റ്റ് പരിശോധിക്കുകയാണെങ്കിൽ 2023-24, അതുപോലെ തന്നെ 22-23, 21-22 അങ്ങനെ തുടങ്ങിയിരിക്കുന്ന പ്രീവിയസ് വർഷങ്ങളിലുള്ള ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിൻ്റെ അംഗീകാരമുള്ള കോളേജിന് തീർച്ചയായിട്ടും ഈ ഒരു വർഷവും ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിൻ്റെ അംഗീകാരം ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ ഒരു വർഷത്തിലെ പൂർണ്ണമായിട്ടും അപ്ഡേറ്റഡ് ലിസ്റ്റ് വന്നിട്ടില്ല. നിലവിൽ ഘട്ടം ഘട്ടമായിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ വർഷം ലാസ്റ്റത്തേക്ക് അപ്ഡേറ്റഡ് ആവുന്ന ലിസ്റ്റിൻ്റെ അകത്ത് മുൻ വർഷങ്ങളിൽ ട്രാക്കുള്ള കോളേജുകളുടെ പേര് ഉൾപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന അഡ്മിഷൻസ് ഏത് കോളേജിലാണോ ആ കോളേജ് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിൻ്റെ അംഗീകാരം ഉണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ പരിശോധിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും സംശയമുണ്ടെങ്കിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കോളേജുകളെ പറ്റിയോ അഡ്മിഷനെ പറ്റിയോ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. താങ്ക് യു.